എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് 220-ാമത്തെയാണ്. മോർ ദാൻ എ ലൈഫ് ബുക്ക് റിവ്യൂവിലെ സംബന്ധിച്ചവരെ 10ാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പം ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ തന്നിരിക്കുന്നത് ജഗ്ഗി ടേൺഡ് പൊളിറ്റിക്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ജഗ്ഗി വാസുദേവ് എന്ന് പറയുന്ന പയ്യൻ്റെ കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സദ്ഗുരുവായി പരിണമിച്ച പിന്നീടുള്ള കാര്യങ്ങളല്ല. അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന എന്തിനാന്ന് വെച്ചാൽ അങ്ങനെയാ ഇങ്ങനെയാ എന്നുള്ള ഒരു വേണ്ടാത്ത ഒരു സംസാരം വരരുതെന്നുള്ളതുകൊണ്ടാണ്. ജഗ്ഗി പൊളിറ്റിക്കൽ ഒരു വാക്ക് നമ്മളിവിടെ പറയാൻ കാത്തിരിക്കുവാണ്. ആൾക്കാർ ഉടനെ അതിനെ 100 മടങ്ങായിട്ട് തിരിച്ചും മറിച്ചും പറയാൻ. അതുകൊണ്ടാണ് നമ്മൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ജഗ്ഗി എന്നുള്ള ഒരു പയ്യൻ വളർന്നു വന്നപ്പം ആ പയ്യൻ്റെ അവൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു, അവൻ്റെ വിചാരങ്ങൾ എങ്ങനെയായിരുന്നു, ചിന്താഗതി എങ്ങനെയായിരുന്നു, അവൻ്റെ നടപടികൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാമേ നാളെ ഫ്യൂച്ചറിൽ വലിയ ഒരു മഹാനായിട്ട് എത്തിച്ചേരാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഒരു ചൊല്ലുണ്ട്, മുളയിലേ അറിയും മുളങ്കുരുത്ത്. അപ്പം ആ മുള വിട്ട് വരുമ്പം തന്നെ ആ മുളങ്കുരുത്ത് എങ്ങനെ സ്ട്രോങ് ആയിട്ട് വെളി വരുന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് നല്ല ഒരു വൃക്ഷമാകുമോ, അല്ലെങ്കിൽ 5-10 ദിവസം നിന്നിട്ട് അത് അങ്ങ് വാടിപ്പോകുമോ എന്നുള്ളത്. അതിൻ്റെ അർത്ഥമാണ് ആ പഴഞ്ചൊല്ലിൻ്റെ രീതി. മുളയിലേ അറിയും മുളങ്കുരുത്ത്. അതുപോലെ ആ ഒരു പോയിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ എടുത്ത് ഒരേ ഒരു വീഡിയോ ആക്കി അങ്ങ് തരാം, അതിനുള്ളതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും അതിനെ അതുപോലെ അങ്ങ് എടുത്ത് പറയണം. അതാണ് ഒരു ശരിക്കും ഒരു ബുക്ക് റിവ്യൂ ചെയ്യുന്ന ആളിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അദ്ദേഹം ഒരു 14 വയസ്സായപ്പം 14 വയസ്സിൽ ഈ ജഗ്ഗി വാസുദേവ് എന്നുള്ള പയ്യന് 40 വയസ്സിലെ മനസ്സിൻ്റെ മുതിർച്ചയുണ്ടായിരുന്നു, മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം 14 വയസ്സിൽ പോളിറ്റിക്സിലിറങ്ങി 16 വയസ്സിൽ അതിൽ നിന്ന് വെളിയിൽ വന്നു. എന്നുവെച്ചാൽ 2 വർഷം മതിയായിരുന്നു അതിനകത്തുള്ള കള്ളക്കളികളും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ. അപ്പം എത്ര ചെറിയ പ്രായത്തിലെ എത്രയും മനസ്സിൻ്റെ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത്രയേ ഉള്ളൂ. അപ്പം ഒരു 10-14 വയസ്സായപ്പോഴത്തേക്കേ പോളിറ്റിക്സിൽ അങ്ങ് ഇറങ്ങി. പോളിറ്റിക്സ് എന്ന് വെച്ചാൽ ഞാൻ ചീഫ് മിനിസ്റ്ററാകും അങ്ങനത്തെ അല്ല, ആ ലോക്കൽ ഏരിയയിലുള്ള പോളിറ്റിക്സിൽ ഇടപെടുന്നു. ചില കുട്ടികളുണ്ട് പഠിപ്പിസ്റ്റെന്ന് നമ്മൾ പറയത്തില്ലേ, പഠിത്തത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. അവരെ ചുറ്റി എന്ത് നടന്നാലും അവർക്കറിയത്തില്ല. ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററിൻ്റെ പേര് കേട്ടാൽ പോലും അവർക്കറിയത്തില്ല. അത് നല്ല ഗുണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ അകത്ത് പോളിറ്റിക്സിൽ കയറുന്നത് അത്ര നല്ല കാര്യമല്ല, എസ്പെഷ്യലി നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതിരിക്കുമ്പം. ഓക്കെ, അങ്ങനെ ജഗ്ഗിക്ക് എല്ലാത്തിലും ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെ 14 വയസ്സായപ്പം പോളിറ്റിക്സിലിറങ്ങി. ലോക്കൽ പോളിറ്റിക്സാണ്. ഓക്കെ, അതിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ മൈസൂർ യൂണിവേഴ്സിറ്റിയിലോ ഒരു കോളേജിലോ അവിടെ ഒരു പ്രൊഫസർ വന്ന് അവരുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പെൺകുട്ടിയുടെ അടുത്ത് വേണ്ടാത്തത് ഏതോ കാണിച്ച് അവിടെ വലിയ ഒരു സ്ട്രൈക്കായി. അപ്പോൾ ഇവർ നോട്ടീസൊക്കെ അടിച്ചു ഒട്ടുന്നു. അതിൽ ജഗ്ഗി വോളണ്ടിയറായിട്ട് കയറി ചെന്ന് ഞാനും ചെയ്യാം. അതെങ്ങനെ? അതായത് അപ്പോഴേ ഈ അനീതിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം. അതുമാത്രമല്ല ഭയമില്ല. അതാണ് അതിൻ്റെ മെയിൻ. യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ എന്തെങ്കിലും നടക്കുന്നു, നമുക്ക് 10-14 വയസ്സേ ആയുള്ളൂ, നമുക്കെന്തിനാ ഇതിലൊക്കെ എന്ന് വിചാരിക്കാതെ അപ്പം ഈ പയ്യന് എന്തുവാ ജോലി കൊടുത്തതെന്ന് വെച്ചാൽ, ഈ പയ്യൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ജോലി എന്തുവാന്ന് വെച്ചാൽ പോസ്റ്റർ ഒട്ടിക്കുക. അവിടെ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിക്കുക. അപ്പം അങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരുന്നപ്പം ഇവർ തമ്മിൽ ഒരു വാക്കുവാദം. ജഗ്ഗിയുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ ഒരു പന്തയം വെച്ചു. അതായത് നീ ഒരു പോസ്റ്റർ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ
നീ ഒരു പോലീസ് വാനിൽ കൊണ്ട് ഒട്ടിച്ചാൽ നിനക്ക് 20 രൂപ തരാം അവിടെ എന്ന് അവർ തമ്മിൽ ഒരു മത്സരം. ജഗ്ഗി 5 പോസ്റ്റർ ഒട്ടിച്ചു. പോലീസ് വാനിൻ്റെ പുറത്ത് തന്നെ 5 പോസ്റ്റർ ഒട്ടിച്ച് 5 × 20 100 രൂപ സമ്പാദിച്ചു. അപ്പം ഇതിൽ 100 രൂപ സമ്പാദിക്കുന്നതല്ല വലുത്, ആ ചങ്കൂറ്റ. ഒരു കാര്യം, ഒരു മത്സരമാണെങ്കിലും അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പായിട്ട് കിട്ടണം, നന്നായിട്ട് വരണം എന്നുള്ള ഒരു വിചാരം. അതുപോലെ കൊച്ചു വയസ്സാണെങ്കിലും സദ്ഗുരുവിന് എല്ലാത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ട്. ഈ ക്ലാരിറ്റി എന്ന് വെച്ചാൽ എന്തുവാ, ഈ ചാഞ്ചാട്ടമില്ല. ഇതാണോ ശരി, അതാണോ ശരി, അത് എങ്ങനെ, ഇതെങ്ങനെ. എല്ലാവർക്കും ഒരുപാട് പേർക്ക് പ്രായമായ പിന്നീട് പോലും തലയിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ലെന്ന് വെച്ചാൽ ഇത് കറുത്തത്, ഇത് വെളുത്തത്, ഇത് നല്ലത്, ഇത് ചീത്ത, ഇത് ചെയ്യാം, ഇത് ചെയ്യരുത്, ഇത് പറയാം, ഇത് പറയരുത് എന്നുള്ള കാര്യത്തിനാണ്, അങ്ങനത്തെ അറിവിനാണ്, അങ്ങനത്തെ ജ്ഞാനത്തിനാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എത്ര പ്രായമായാലും ഇവിടെ സ്ഥലം വാങ്ങിക്കാവോ, അവിടെ സ്ഥലം വാങ്ങിക്കാവോ, കാർ എടുക്കണമെന്ന് വെച്ചാൽ ഈ കാർ വേണോ, ആ കാർ വേണോ, എല്ലാം ഒരു ചാഞ്ചാട്ടമാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഈ കൊച്ചു പയ്യന് അത്രയും വലിയ ക്ലാരിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതേപോലെ ഈ എല്ലാത്തിനെക്കുറിച്ചും ഉള്ള ഒരു നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ശക്തി, അത് ആ പയ്യനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ വലിയ സ്പിരിച്വാലിറ്റിയിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ആത്മീയതയിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, അമ്പലത്തിൽ പോകാനില്ല, ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ പുറത്ത് വിശ്വാസമില്ല. പക്ഷേ ഏതെടുത്താലും അതിനെ നേരെ ചൊവ്വേ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥമാണ് ക്ലാരിറ്റി. ഇപ്പം ഞാനിത് പറയുമ്പം ഈ വീഡിയോ കേൾക്കുന്നവരൊക്കെ എന്ത് ചോദിക്കണം, നിങ്ങളെ തന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കണം. നമുക്ക് എത്ര ക്ലാരിറ്റി ഉണ്ട്? എനിക്കിപ്പോൾ ഇത്രയും വയസ്സായി, എനിക്കിപ്പോൾ 55 വയസ്സായി, എനിക്ക് ജീവിതത്തിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം എത്ര, എന്തൊക്കെ കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, എങ്ങനെയൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്. ഞാൻ പറയാം, 70, 75, 80 വയസ്സായ ആൾക്കാർക്ക് പോലും എങ്ങനെയാ പെരുമാറുന്നതെന്ന് അറിഞ്ഞൂടാ, എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ, എന്തുവാ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴും അവരതൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് 80 വർഷം ജീവിച്ചത്. അപ്പം ആ 80 വർഷത്തെ ജീവിതവും അവൻ്റെ ജീവിതത്തിനെ പാഴാക്കിയെന്ന് വേണം നമ്മൾ പറയാൻ. അങ്ങനെയൊക്കെ കുറേ പാഠങ്ങൾ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ ലൈഫ് ഹിസ്റ്ററി പഠിക്കുമ്പം മനസ്സിലാകും. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം, ജഗ്ഗിക്ക് 14 വയസ്സ്. അപ്പോൾ ഇത് പൊളിറ്റിക്സിൽ കയറി ഇങ്ങനെയൊക്കെ ഒട്ടി കാശൊക്കെ ഉണ്ടാക്കി അതൊക്കെ ചെയ്തു. പക്ഷേ ഒരു 2 വർഷത്തിനകത്ത് ഈ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അതിനകത്ത് എന്തൊക്കെ കള്ളക്കളികളാണ് നടക്കുന്നത്, അതിനകത്ത് എത്ര പേര് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നു ഉള്ളതെല്ലാം നല്ലപോലെ മനസ്സിലാക്കി. അപ്പോൾ 16 വയസ്സ്, 2 വർഷത്തെ കാര്യം, 16 വയസ്സിൽ വെറുതെ മിണ്ടാതെ അതിൽ നിന്ന് പിൻവാങ്ങി. പിന്നെ ഒരു കാര്യം നടന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്കാലത്തൊക്കെ ഞാൻ കൊച്ചു വയസ്സിൽ കൂടെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കുറി ചൊല്ലട്ടോ എന്ന് പറഞ്ഞ് ആൾക്കാർ, ഈ കുറത്തി വംശത്തിലെയുള്ള പെണ്ണുങ്ങൾ അല്ലാതെയും പല ആൾക്കാർ കുറി ചൊല്ലാനായിട്ട് വരും. കുറി ചൊല്ലുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതൊന്നും കാണിക്കണ്ട, ഹോറോസ്കോപ്പൊന്നും കാണിക്കണ്ട, തലക്കുറിയൊന്നും കാണിക്കണ്ട. അവരുടെ നമ്മൾ കൈ നോക്കി പറയും, മുഖം നോക്കി പറയും, അങ്ങനെയൊക്കെ ചില കഴിവുകൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കുറി ചൊല്ലട്ടോ എന്ന് റോഡ് നീളെ നടന്ന് ചില ആവശ്യമുള്ളവർ വിളിക്കും, പല കാര്യങ്ങൾ ചോദിക്കും, പിന്നെ ചോറ് കൊടുക്കും, കാശ് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ ജീവിതം. അപ്പോൾ അങ്ങനെ ഒരു ജ്യോത്സ്യൻ അവരുടെ വീട്ടിൻ്റെ അടുത്തൂടെ പോയി. അപ്പോൾ അവരുടെ അമ്മയ്ക്ക് അവനെ വിളിക്കണമെന്നുണ്ട്. അവരുടെ അമ്മ വിളിച്ചു വരുത്തി. പക്ഷേ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോയി അയാളടുത്ത് ഒരു മനുഷ്യനെ വീട്ടിനകത്ത് കയറ്റി സംസാരിക്കാൻ ഒരു ചെറിയ പേടി.
അപ്പം വീട്ടിൽ ജഗ്ഗി ഉണ്ടായിരുന്നു. ജഗ്ഗിയെ വിളിച്ച് മുന്നേ നിർത്തി. അവരുടെ അമ്മ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് 2 പെൺമക്കളാണ്. അപ്പം മൂത്ത പെണ്ണിന് കല്യാണപ്രായമായി നിൽക്കുന്നു. അതിന് എപ്പം കല്യാണം നടക്കുമെന്നുള്ളതൊക്കെ ചോദിക്കാൻ സ്വാഭാവികമായിട്ട് ഒരു അമ്മയ്ക്ക് കൂടുതൽ അതിൻ്റെ ഒരു വേവലാതി കാണുമല്ലോ. അതുകൊണ്ടാണ് ആ കുറി ചൊല്ലുന്നവനെ വിളിച്ചത്. അപ്പോൾ ജഗ്ഗിയെ വിളിച്ച് നീ ഇവിടെ വന്ന് നില്ല്, നമുക്കൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങേരത്ത് പറഞ്ഞപ്പം ആദ്യത്തെ പെൺകൊച്ചിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ പെൺകൊച്ചിന് അടുത്ത വർഷം മേയ്ക്ക് കല്യാണം നടക്കും എന്ന് പറഞ്ഞു. അവരുടെ അമ്മ അറിയാൻ ചോദിച്ചതേ മൂത്ത മോളെക്കുറിച്ചാണ്. പക്ഷേ മൂത്ത മോളെക്കുറിച്ച് അയാൾ ഒന്നും മിണ്ടിയില്ല. ഇളയ മോളെക്കുറിച്ച് പറഞ്ഞു അടുത്ത വർഷം മേയ്ക്കകം നടക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഈ പയ്യൻ ഇവിടെ നിൽക്കുന്നല്ലോ ജഗ്ഗി, അവനെ കണ്ടിട്ട് പറഞ്ഞു ഇവൻ 37 വയസ്സിൽ ഒരു അമ്പലം പണിയും എന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും ശബ്ദമിട്ട് ചിരിച്ചത് ജഗ്ഗി തന്നെയാണ്, പയ്യൻ തന്നെയാണ്. എന്നുവെച്ചാൽ അമ്പലത്തിൽ കാല് കുത്തുന്നത് പോലും ഇഷ്ടമല്ല, അമ്പലത്തിനകത്ത് കയറുന്നത് ഇഷ്ടമല്ല, ദൈവത്തിനെ തൊഴുന്നത് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരു പയ്യൻ 37 വയസ്സിൽ ഇവൻ വലിയൊരു അമ്പലം പണിയുമെന്ന് പറഞ്ഞപ്പം ആർക്കും ചിരി വരും. വീട്ടുകാരെല്ലാം ചിരിച്ചു, അമ്മയും ചിരിച്ചു, മോനും ചിരിച്ചു. മോന് ഏറ്റവും ഒരു വിഡ്ഢിത്തരമാണ് ഇങ്ങനെ പറയുന്നേ എന്നുള്ള രീതിയിൽ ഒരുപാട് ഉറക്കെ ചിരിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങേര് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു, സത്യമായി വന്നു. മൂത്ത ചേച്ചി എന്ത് ചെയ്തു? അതായത് മൂത്ത ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഇവരുടെ അച്ഛൻ ഡോക്ടർ വാസുദേവ് അവിടെ മൈസൂരിലുള്ള രാമകൃഷ്ണ മിഷൻ മഠത്തിൽ പോകും. രാമകൃഷ്ണ മിഷൻ്റെ മഠമുണ്ട്, രാമകൃഷ്ണ മഠ്. ആ മഠത്തിൽ പോകും. മഠത്തിൽ പോകുമ്പോൾ മനുഷ്യന് ചുമ്മാ തന്നെ പോയാൽ പോരായിരുന്നോ? മൂത്ത മോളെയും കൊണ്ടുപോയി. അവിടെ പോയപ്പം മൂത്ത മോൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ അന്തരീക്ഷവും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. കുറേശ്ശെ വീട്ടിൽ വരുമ്പം തന്നെ പല മാറ്റങ്ങൾ, അവളുടെ ആ കൊച്ചിൻ്റെ മനസ്സിലുണ്ടായ മാറ്റങ്ങൾ ഇവർക്ക് വെളിയിലറിഞ്ഞു. അതായത് ഒരുപാട് സാരികളെല്ലാം ഇല്ലാതെ, അതായത് സാരികളെല്ലാം എടുത്തെടുത്ത് കൊടുത്തിട്ട് 2-3 സാരി വെച്ച്, അതായത് വളരെ എളിമയായ സിമ്പിളായിട്ടുള്ള ജീവിതം ജീവിക്കാൻ തുടങ്ങി. അതോട് തന്നെ എപ്പോഴും അവരുടെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോകും. ഇവൾക്കും ഈ പെണ്ണിനും വലിയ സന്തോഷമായിരുന്നു. ഈ പെൺകുട്ടിയും അച്ഛൻ്റെ കൂടെ പോകുമായിരുന്നു, എപ്പോഴും പോകുമായിരുന്നു. അതിന് പിന്നെ അതിന് മോളെ അവരൊന്നും ചിന്തിച്ചില്ല. ഒരു ദിവസം ഈ ജഗ്ഗിയുടെ അച്ഛനും അമ്മയും ബാംഗ്ലൂർ പോയിരുന്നു. ബാംഗ്ലൂർ പോയിട്ട് 1-2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയി കാണും. അന്നത്തെ ദിവസം ഈ മൂത്ത ചേച്ചി, ജഗ്ഗിയുടെ മൂത്ത ചേച്ചി 1-2 സാരിയൊക്കെ മടക്കി വയ്ക്കുന്നു. ഈ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, SSLCയുടെ സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിരുന്നല്ലോ, ആ അലമാരയിൽ എന്തൊക്കെയോ തപ്പുന്ന കണ്ടു. അപ്പോഴേ ജഗ്ഗിക്ക് മനസ്സിലായി ഇവളെന്തോ പ്ലാൻ ഇടുവാണ് എന്ന്. പക്ഷേ ജഗ്ഗി ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം ചേച്ചി അവിടെ കാണുന്നില്ല. ജഗ്ഗി നേരെ പോയി നോക്കിയത് ആ അൽമാരയിൽ ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന്. സർട്ടിഫിക്കറ്റ് ഇല്ല. ഒരു 4 സാരി, ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ അവിടുന്ന് മിസ്സിങ് ആണ്. അപ്പം ജഗ്ഗി ഉറപ്പിച്ചു എൻ്റെ ചേച്ചി വീട് വിട്ടതാണ് എന്ന്. പക്ഷേ അപ്പം ജഗ്ഗി ആലോചിച്ചു, ഇപ്പോഴേ നമ്മൾ അമ്മയടുത്ത് അച്ഛൻ്റെ അടുത്തും പറയണ്ട, ചേച്ചിക്ക് എവിടെയെങ്കിലും പോയി ചേരണമെന്നുണ്ടെങ്കിൽ ചേരട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആ ചിന്ത നോക്കണം. ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ചേച്ചി എന്തെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുന്നു, എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേ മനസ്സിൽ സംശയം തോന്നി. അപ്പോഴേ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഉടനെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും വിളിച്ച് പറഞ്ഞേനെ. ചേച്ചിയെ വീട്ടിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം നമ്മൾ വിളിക്കത്തില്ലയോ? ഈ ജഗ്ഗി വിചാരിച്ചു ഏതോ ചേച്ചി എവിടെയോ പുറപ്പെട്ട് പോയിട്ടുണ്ട്, പോയി എത്തട്ടെ, പിന്നെ നമുക്ക് പറയാം എന്ന്. അന്ന് രാത്രിയാണ് ജഗ്ഗി അമ്മയും അച്ഛനെയും വിളിച്ച് പറയുന്നത് ആ സിസ്റ്റർ മിസ്സിങ് ആണ്. അപ്പം തന്നെ അവർ ഓടി വന്നു, മൈസൂരിൽ വന്നു. ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും ചോദിച്ച് കാണും, പോലീസ് കേസൊക്കെ കൊടുത്തു കാണും, അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ചേച്ചി എവിടെ പോയെന്ന് വെച്ചാൽ രാമകൃഷ്ണ മഠത്തിൽ പോയി ഒരു ബ്രഹ്മചാരിണിയായിട്ട് അങ്ങ് ജോയിൻ ചെയ്തു. അതാണ് ആ അസ്ട്രോളജർ, ആ കുറി ചൊല്ലുന്നവൻ്റെ അടുത്ത് ചോദിച്ചപ്പം മൂത്ത ചേച്ചിയെക്കുറിച്ച് അവനൊന്നും പറയാത്തത്. എന്താണെന്ന് വെച്ചാൽ അതിൽ അയാൾക്ക് കണ്ട ഉടനെ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലായി ഈ കുട്ടിക്ക് കല്യാണം ഈ ജന്മത്തില്ല എന്നുള്ളത്. ഓക്കെ. അതേസമയത്ത് രണ്ടാമത്തെ ചേച്ചി ഉണ്ടല്ലോ, ജഗ്ഗിയുടെ രണ്ടാമത്തെ ചേച്ചി, അയാൾ പറഞ്ഞതുപോലെ അടുത്ത വർഷം മെയ് 25-ന് കല്യാണം നടന്നു.
അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഒന്നേ ഉള്ളൂ, ഈ ജഗ്ഗി 37 വയസ്സിൽ അമ്പലം പണിയുമോ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ജഗ്ഗിയെ സംബന്ധിച്ചവർ 12ാം ക്ലാസ് പഠിച്ചു. അപ്പം തന്നെ NDA പരീക്ഷ എഴുതി പാസ്സായി. ക്ലാസ്സിലേ കയറിയില്ലെങ്കിലും ബുദ്ധിയുണ്ട്, വേറെ പല വായനകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ NDAയിൽ പരീക്ഷയിൽ പാസ്സായി. ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഈ സാധാ സർവ്വകാലവും കാട്ടിലും മേട്ടിലും സൈക്കിളും ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ലയോ. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഓക്കെ, റിട്ടേൺ ടെസ്റ്റ് ഓക്കെ. ഇനി അടുത്തത് ഇൻ്റർവ്യൂവിലാണ് ഉള്ളത്. 3 ബ്രിഗേഡിയേഴ്സ് അവിടെ ഇരിക്കുന്നു. ഇദ്ദേഹം പോയി അകത്ത് കയറിയ ഉടനെ കസേരയിൽ അങ്ങ് കയറി ഇരുന്നു. പിന്നാണ് ജഗ്ഗിക്ക് ഓർത്തേ, അയ്യോ അവർ പറയാതെ പെർമിഷൻ തരാതെ നമ്മളങ്ങനെ കയറി ഇരുന്നിരിക്കരുതല്ലോ. ഒരു തെറ്റ് പറ്റി. ശരി. അപ്പം ബ്രിഗേഡിയേഴ്സ് 3 പേരും മാറി ചോദ്യം ചോദിക്കുന്നു. അതിൽ കുറച്ചൊക്കെ ജഗ്ഗിക്ക് അറിയാമായിരുന്നു, കുറച്ചൊക്കെ അറിഞ്ഞുകൂടാ. പക്ഷേ ജഗ്ഗി ആൻസർ ചെയ്ത വിധം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ എല്ലാം പൊളിഞ്ഞു. അങ്ങനെ ജോലി NDAയിൽ കയറാൻ പറ്റിയില്ല. പിന്നെ ഡോക്ടർ വാസുദേവനാണെങ്കിൽ, അതായത് ജഗ്ഗിയുടെ അച്ഛനാണെങ്കിൽ, ഇവനെങ്കിലും എങ്ങനെയെങ്കിലും എൻ്റെ 2 ആമക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അദ്ദേഹം കൊച്ചിലെ അദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ഇദ്ദേഹം പഠിച്ച നോട്ട്സും ബുക്സും മെഡിക്കൽ ബുക്സും എല്ലാം ചേർത്ത് വെച്ചിരുന്നു, സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ ഡോക്ടർ ആവണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ. അപ്പോൾ ജഗ്ഗി അടുത്ത് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് പറ്റില്ല, ഡോക്ടർ എന്നൊന്നും ഞാൻ പഠിക്കത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റൊക്കെ വേറെ രീതിയിലായിരുന്നു. അപ്പം ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, +2 കഴിഞ്ഞല്ലോ, അതൊരു ക്രൂഷ്യൽ ടൈമാണല്ലോ. അതിന് പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആഗ്രഹം. ഇദ്ദേഹം ഒരു ഹാങ് ഗ്ലൈഡർ ഒന്നുണ്ടാക്കി. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് മനസ്സെല്ലാം ഇങ്ങനത്തെ ടെക്നിക്കൽ ലൈഫിലാണ്. അതായത് സൈക്കിൾ അഴിച്ചു മാറ്റുക, മോട്ടറിൻ്റെ പാർട്സൊക്കെ അഴിച്ചു മാറ്റുക എന്ന് വെച്ചാൽ അഴിക്കുക, തുടയ്ക്കുക, സ്പീഡോമീറ്റർ മാറ്റുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഫിറ്റ് ചെയ്യുക, അതൊക്കെയാണ് ജഗ്ഗിയുടെ മനസ്സിലുള്ള ആഗ്രഹം. അങ്ങനെ ഒരു ഗ്ലൈഡർ ഇങ്ങനെ പറന്നു വരുന്ന ഒരു സാധനം അത് ചെയ്തു. തന്നെത്താനെ സ്വയം ഉണ്ടാക്കി. മേളിൽ കയറി പറക്കാൻ ശ്രമിച്ചു. അത് വെച്ച് പറക്കാനൊന്നും പറ്റിയില്ല. താഴെ വീണ് 2 കാലും ഫ്രാക്ചറായി. ശരി പോട്ടെ എന്നങ്ങ് വിട്ടു. പക്ഷേ ആ ആഗ്രഹം എപ്പോഴും മനസ്സിൽ കനൻ്റോണ്ട് കിടന്നു. വലുതായപ്പം ഒരു ബ്രിട്ടീഷ് പൈലറ്റിൻ്റെ അടുത്ത് ഈ ഹാങ് ഗ്ലൈഡറിനെ കുറിച്ചൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അതുപോലെ ഒന്ന് ചെയ്ത് പറക്കാനും പറ്റി. ഇപ്പോഴും അവിടെ ആ ഓർമ്മയ്ക്കായിട്ട് അവിടെ കണ്ട് ഒരു റൂമിലിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇഷ്ടം പോലെ പൈസ ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നു. ഒരു ചെറിയ കാര്യം ചെയ്താലും പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം ആ പ്രായത്തിൽ, അതായത് ഹൈസ്കൂൾ തീർന്ന പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 65,000 രൂപ കടന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഇതിവിടെ കിടക്കട്ടെ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ സ്വയമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങി. ഇന്ന ജോലി എന്നല്ല, എന്ത് ജോലി ചെയ്താലും ഈ പാമ്പ് പിടിച്ച് പോലും കാശുണ്ടാക്കുന്ന കൂട്ടത്തിലാന്ന് പറയുമ്പോൾ പിന്നെ എന്തുവാ പറയാനാ. അങ്ങനെ എല്ലാവരെയും സഹായിക്കും, എല്ലാവരും കാശ് കൊടുക്കും, അതെല്ലാം ചേർത്ത് വയ്ക്കും. ലാവിഷായിട്ട് 4 ദിവസം 5 ദിവസം കാട്ടിൽ പോയി നിൽക്കും. ബാക്കി പൈസയൊക്കെ എടുത്തിട്ട് വെച്ചതിൽ 65,000 രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ജഗ്ഗി വിചാരിച്ചത്, ഞാൻ വലുതാകുമ്പം ഞാൻ സൈക്കിൾ ചവിട്ടി തന്നെ മോസ്കോ വരെ പോകണം. അതാണ് ഈ ദീർഘവിഷൻ എന്ന് പറയുന്നത്. അതായത് ഇനിയും 10 വർഷത്തിന് പിന്നെ ഞാൻ എന്താവണം, 15 വർഷത്തിന് പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണം, എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു പുറപ്പാട്, അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഇപ്പോഴേ കൊച്ചിലേ നമുക്ക് വേണം. അതിൻ്റെ വിത്ത് ഇവിടെ ഇടണം. അത് ചിലപ്പം സ്വയമായിട്ട് തോന്നും, ചിലപ്പം പേരൻസ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ മറ്റവരെ കാണുമ്പം ഒരു ഇൻസ്പിറേഷൻ കിട്ടും. ചിലപ്പോൾ ഒരാളെ നമ്മൾ ഒരു 15 നിമിഷം കാണുമായിരിക്കും. ആ 15 നിമിഷത്തെ സംസാരത്തിൽ തന്നെ അയാൾ നമ്മുടെ മനസ്സിൽ അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഞാൻ ഇത് തന്നെയാണ്, ഇങ്ങേര് പറയുന്നത് ശരിയാണ്, ഞാൻ ഇങ്ങേര് പറയുന്ന പോലെ ഇന്നതേ ആവത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ
വലുതാകുമ്പം എന്തൊക്കെ സാധിക്കണം എന്നുള്ളതിൻ്റെ അവനവൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. അതല്ലാതെ നമ്മൾ വളർന്നു വരുമ്പം നമ്മുടെ അമ്മയച്ഛനും നമ്മുടെ റിലേറ്റീവ്സ്, ബന്ധുക്കൾ, ചുറ്റിയുള്ളവർ, സ്കൂൾ ടീച്ചേഴ്സ്, കോളേജിലെ ടീച്ചേഴ്സ്, നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സ്, അങ്കിൾസ്, ഇവരൊക്കെ ആളുകളെ കാണുന്നു. ഏതോ ഒരു സ്പീച്ച് കേൾക്കുന്നു, ആ സ്പീച്ചിൽ അങ്ങനെ തകർത്തെറിഞ്ഞ ഒരു കാര്യം പറയുന്നു. നമ്മളത് യാദൃശ്യമായിട്ട് അവിടെ പോകുന്നു, കേൾക്കുന്നു. അത് നമ്മുടെ മനസ്സിലൊരു വലിയ ഒരു ബാധിപ്പിനെ ഉണ്ടാക്കും. ബാധിപ്പെന്ന് വെച്ചാൽ നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവായിട്ടും ആകാം, ഇല്ലയോ? ഇപ്പം യോഗാസന യോഗാസന ചെയ്യാൻ 13 വയസ്സിൽ ചെയ്യാൻ തുടങ്ങി. ആ ചെയ്യാൻ തുടങ്ങിയതിന് കാരണം തന്നെ എന്തുവാ? ഒരു വയസ്സായ കിഴവൻ ഇത്രയും ഫാസ്റ്റായിട്ട് കിണറ്റി ചാടുന്നു, ആ പോയ വേഗത്തിൽ മിന്നൽ വേഗത്തിൽ മേളി വരുന്നു. ഹൗ അതായിരുന്നല്ലോ ആ കൊച്ചിൻ്റെ ചോദ്യം. അതായിരുന്നു യോഗാസന പഠിക്കാൻ ഇടവരുത്തിയത്. ഒടുക്കം വരെ യോഗ ടീച്ചറായിട്ടിരുന്നു. യോഗ പഠിപ്പിക്കാനുള്ള എല്ലാ മോഡേൺ സംവിധാനവും ചെയ്തു വച്ചിട്ടുണ്ട്, ഇല്ലയോ? അപ്പം ഇതൊക്കെയാണ് നമ്മൾ വലുതാകുമ്പോൾ എന്തോ ആകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വിത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മുളയിലേ അറിയും മുളങ്കുരുത്ത് എന്നുള്ളത്. അങ്ങനെ കാശൊക്കെ ഉണ്ടാക്കി ബാങ്കിൽ ബാലൻസൊക്കെ ഇട്ട് വെച്ചിരുന്നു. പക്ഷേ പഠിക്കുന്ന കാര്യത്തിലാണ് ഇദ്ദേഹത്തിന് എല്ലാം പുറകോട്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്തൊക്കെയാണ് ഇദ്ദേഹം പഠിക്കുന്നേ, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ പറയുന്നത്, ഓരോ വീഡിയോയിലും ഏതെങ്കിലുമൊക്കെ ഈ ഹിഡൻ അജണ്ട എന്ന് പറയും. ഹിഡൻ അജണ്ട എന്ന് വെച്ചാൽ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പം ഞാനിത് പറയുമ്പം ഞാൻ എൻ്റെ ലൈഫിനോട് താരതമ്യപ്പെടുത്തി നോക്കും. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിൻ്റെ കാരണം എന്തുവാ, അതിൻ്റെ മുന്നോടി എന്തുവാ, അതിൻ്റെ വിത്ത് ഇട്ടത് എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ലൈഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഇതിനകത്ത് നമുക്ക് എടുക്കാനുള്ളൂ. ഓക്കെ, അപ്പം ഇതിവിടെ വെച്ച് നിർത്താം. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാഷ്വലായിട്ട് ഓരോ കാര്യമായിട്ട് കണ്ട് കേട്ട് പോന്നു. അതേസമയത്ത് അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് വേണ്ടിയ പാഠങ്ങൾ പഠിക്കാനൊക്കും. പാഠം പഠിച്ചില്ലെങ്കിലും മനസ്സിലാക്കിയെടുക്കണം. ഈ ക്ലാരിറ്റി എന്ന് പറഞ്ഞില്ലയോ, അതാണ് അവിടെ വലിയ ഒരു കാര്യം. നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എന്തൊക്കെയോ നടക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എത്ര പാഠം പഠിക്കുന്നു, അതൊരു കാര്യം. പിന്നെ എന്തോ ക്ലാരിറ്റി ഉണ്ട് നമുക്ക്, അതൊരു കാര്യം നോക്കണമല്ലോ. നമ്മൾ ജീവിതത്തിനെ അങ്ങനെ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയാൽ അതാണ് മുക്തി. അതിന് നമ്മൾ ഹിമാലയ പർവ്വതത്തിൻ്റെ മേളിൽ പോയി ഒറ്റയ്ക്ക് തപസ്സിരിക്കണം, 20 വർഷം 30 വർഷം ജടാമുടിയും വളർത്ത് തപസ്സിരിക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ ഈ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്, ആൾക്കാരുടെ കൂടെ ഇടപഴകുന്നു, ബുക്ക് വായിക്കുന്നു, പല കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അതെല്ലാം വെച്ച് നമ്മൾ എന്തൊക്കെയാണ് പാഠങ്ങൾ പഠിക്കുന്നത്, നമുക്ക് എത്ര ദൂരം, വാട്ട് ഈസ് ലൈഫ്, ഈ ജീവിതം നമുക്ക് ജീവിക്കാൻ തന്നതാണ്. അപ്പോൾ അതിനെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ അതാണ് മുക്തി. വേറൊന്നിനും തേടി എവിടെയും പോകേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കാണാം. കേട്ടതിനും ക്ഷമയോട് കേട്ടതിന് നന്ദി, നമസ്കാരം.